all. Today I am going to teach grievance redressal procedure. Previous classൽ നമ്മൾ grievance എന്താണെന്ന് പഠിച്ചിരുന്നു. എന്താണ് grievance? Grievance is any kind of dissatisfaction with regard to pay, promotion, suspension, working condition, etc. ഗ്രീവിയൻസിനെ കംപ്ലയിൻസ് എന്നാണ് പറയുക. ഗ്രീവിയൻസ് അത് എന്തെങ്കിലും തരത്തിലുള്ള ഡിസാറ്റിസ്ഫാക്ഷൻ വിത്ത് റിഗാർഡ് ടു എന്തിൻ്റെയൊക്കെ റിലേറ്റഡ് ആയിട്ട് പ്രമോഷൻ അല്ലെങ്കിൽ സസ്പെൻഷൻ അല്ലെങ്കിൽ പേ, അവരുടെ സാലറിയുടെയോ അല്ലെങ്കിൽ അവർക്ക് പ്രൊമോഷൻ കൊടുത്തതിൻ്റെയോ അല്ലെങ്കിൽ അവർക്ക് സസ്പെൻഷൻ കൊടുത്തതിൻ്റെയോ അല്ലെങ്കിൽ നിലവിലുള്ള വർക്കിംഗ് കണ്ടീഷനോ ഇതിൻ്റെയൊക്കെ കുറിച്ച് എന്തെങ്കിലും ഡിസാറ്റിസ്ഫാക്ഷൻ എംപ്ലോയീസിനുണ്ടെങ്കിൽ അത് എംപ്ലോയറിന് കൊടുക്കുന്ന ഒരു ക്ലെയിമിനെയാണ് നമ്മൾ ഗ്രീവിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രീവിയൻസ് റിഡ്രഷൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഗ്രീവിയൻസ് കംപ്ലയിൻസിൻ്റെ പരിഹാരം ഉണ്ടാക്കുക, അതാണ് ഗ്രീവിയൻസ് റിഡ്രഷൽ എന്ന് പറഞ്ഞാൽ. Anybody working in an organization may at some time have problems or concern about their working condition. നമുക്കറിയാം നമ്മുടെ വർക്കിംഗ് കണ്ടീഷനിൽ അല്ലെങ്കിൽ സാലറി സ്കെയിലിൽ അല്ലെങ്കിൽ അത് പ്രൊമോഷനിൽ സസ്പെൻഷനിൽ ഇതിലൊക്കെ ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. അപ്പോൾ എംപ്ലോയി എന്ത് ചെയ്യണം? They want the grievance to be addressed and if possible resolved. അപ്പോൾ എംപ്ലോയീസിന് ആ പ്രോബ്ലംസ് ഒക്കെ റിസോൾവ് ചെയ്യാൻ താല്പര്യമുണ്ട്. ഇറ്റ് ഈസ് ദ റെസ്പോൺസ്. അപ്പോൾ അവരെന്ത് ചെയ്യും? മാനേജ്മെൻറ്റിനെ ഇൻഫോം ചെയ്യും. ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദി മാനേജ്മെൻറ്റ് ടു റിസോൾവ് പ്രോബ്ലംസ്. അതായത് പ്രോബ്ലംസ് ഒക്കെ സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് മാനേജ്മെൻറ്റിൻ്റെ ഡ്യൂട്ടിയാണ്. അതിനെയാണ് നമ്മൾ ഗ്രീവിയൻസ് റിഡ്രഷൽ എന്ന് പറഞ്ഞാൽ. പ്രോബ്ലംസിന് അല്ലെങ്കിൽ അവരുടെ ഡിസാറ്റിസ്ഫാക്ഷന് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുക്കാം. ഇനി അതിന് നമ്മൾ ഫോളോ ചെയ്യുന്ന പ്രൊസീജിയറാണ് പറയുന്നത്. ദ പർപ്പസ് ഓഫ് എംപ്ലോയി ഗ്രീവിയൻസ് ഈസ് ടു പ്രൊവൈഡ് എ യൂണിഫോം ആൻഡ് ഓർഡിനറി പ്രോസസ് ഫോർ അഡ്രസ്സിങ്. ഇതൊക്കെയാണ് ദ ഫോളോയിങ് ആർ ദ സ്റ്റെപ്സ്. നോക്കിയേ, ഡിസ്കഷൻ ഓൺ 1-to-1 ബിറ്റ്വീൻ ദ എംപ്ലോയർ ആൻഡ് സൂപ്പർവൈസർ. എംപ്ലോയിയും സൂപ്പർവൈസറും തമ്മിലൊരു ഡിസ്കഷൻ നടത്തുക. ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത് അതാണ്. ഡിസ്കഷൻ ഇൻ 1-to-1 ബേസിസ് ബിറ്റ്വീൻ ദ എംപ്ലോയി ആൻഡ് ദ സൂപ്പർവൈസർ. എംപ്ലോയിയും സൂപ്പർവൈസറും തമ്മിലൊരു ഡിസ്കഷൻ നടത്തുക. ഡിസ്കഷനോടുകൂടി സാധാരണ സിറ്റുവേഷനിൽ ആ മിസ്അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. ഓഫൺ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആർ ക്ലിയർഡ് അപ്പ് അറ്റ് ദിസ് പോയിന്റ് ആൻഡ് ദാറ്റ് എൻഡ് ദ ഗ്രീവിയൻസ്. അതോടുകൂടി എൻഡ് ചെയ്യും. ഇഫ് ദെയർ ആർ മോർ ദാൻ വൺ ഗ്രീവിയൻസ് is involved, a compromise solution can be often found at this point. കോംപ്രമൈസ് സൊല്യൂഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. പിന്നെ ഈ സ്റ്റേജുകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മളോട് പറയുന്നത്. മേക്ക് ഷുവർ ദാറ്റ് എംപ്ലോയി ഈസ് കംഫർട്ടബിൾ ആൻഡ് ദാറ്റ് കോൺവെർസേഷൻ വിൽ നോട്ട് ബി ഡിസ്റ്റർബ്ഡ്. ഇപ്പോൾ എംപ്ലോയി തമ്മിൽ ഡിസ്കഷൻ നടത്തുമെന്ന് പറഞ്ഞില്ലേ, നടത്തുന്ന സമയത്ത് അവരുടെ ഇടയിൽ ഒരു ഡിസ്റ്റർബൻസുകളൊന്നും ഉണ്ടാവരുത്. ശാന്തമായൊരു സിറ്റുവേഷനിൽ ഇരുന്നിട്ട് അവർക്ക് ഡിസ്കസ് ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടാക്കണം. ലിസൺ ടു ദി എംപ്ലോയീസ് അറ്റൻറ്റീവ്ലി ആൻഡ് ഹിയർ ടു ദം. നമ്മൾ ഡിസ്കഷൻ നടത്തുന്ന സമയത്ത് എംപ്ലോയിനെ നല്ലപോലെ അറ്റൻഷൻ കൊടുക്കണം. എന്നാൽ മാത്രമേ ആ എംപ്ലോയീസിന് എൻ്റെ പ്രോബ്ലംസ് കേൾക്കുന്നുണ്ട് എന്നൊരു ഫീലിംഗ് വരുള്ളൂ. പിന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ഹൗ മാനേജേഴ്സ് സീ ദ സിറ്റുവേഷൻ. ആ സിറ്റുവേഷനെ എങ്ങനെയാണ് കാണുന്നത് മാനേജേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യണം. വെൻ ഓൾ ഫാക്ട് ആർ നോട്ട്, ട്രൈ ടു കം വിത്ത് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഓർ വർക്കബിൾ കോംപ്രമൈസുമായിട്ട് വരാൻ പറ്റണം മാനേജേഴ്സിന്. പിന്നെ അതിന് ഒരു ഫോളോ അപ്പ് എടുക്കണം. ഫോളോ അപ്പ് ഓൺ സിറ്റുവേഷൻ, മേക്ക് സർട്ടൻ ദാറ്റ് യു ക്യാരി ത്രൂ ഓൾ ആസ്പെക്റ്റ് ഓഫ് ഡിസിഷൻ. അവരുടെ ആ ഒരു ആക്ഷന് വേണ്ടിയുള്ള ഫോളോ അപ്പ് എടുക്കണം. ഇതൊക്കെ കഴിഞ്ഞിട്ടും ഡിസഗ്രിമെൻറ്റ് അല്ലെങ്കിൽ ഡിസാറ്റിസ്ഫാക്ഷൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ആ മാറ്റർ ആരോട് ഇൻഫോം ചെയ്യണം? മാനേജേഴ്സിനോട്. അതായത് ഇപ്പോൾ സൂപ്പർവൈസറായിട്ടാണ് ആദ്യം ഡിസ്കഷൻ നടത്തിയെന്നുണ്ടെങ്കിൽ അവർ സാറ്റിസ്ഫൈഡ് ആയില്ല അല്ലെങ്കിൽ അവരുടെ ഗ്രീവിയൻസിന് സൊല്യൂഷൻ കണ്ടില്ലെങ്കിൽ ആ കാര്യം മാനേജേഴ്സിന് ഇൻഫോം ചെയ്യണം. അതാണ് തേർഡ് സ്റ്റെപ്പിൽ പറയുന്നത്. ഇഫ് ഡിസഗ്രിമെൻറ്റ് കണ്ടിന്യൂസ്, എംപ്ലോയി ഷുഡ് അവെയർ ദാറ്റ് ദേ ക്യാൻ ബ്രിങ് ദ സബ്ജക്റ്റ് അപ്പ്. ഇപ്പോൾ സാധാരണ ഒരു ലൈൻ മാനേജറായിട്ട് നമ്മൾ ഡിസ്കഷൻ നടത്തിയിട്ട് പ്രോബ്ലത്തിന് സൊല്യൂഷൻ കാണാൻ പറ്റില്ലെങ്കിൽ ആ കാര്യം നമ്മൾ ആരോട് ഇൻഫോം ചെയ്യണം? മാനേജേഴ്സിനോട്. എന്തിനു വേണ്ടി? ഫർദർ ഡിസ്കഷന് വേണ്ടി. സം സ്മോൾ ബിസിനസ് ഓർഗനൈസേഷൻ, അതായത് ചെറിയ ഓർഗനൈസേഷൻസൊക്കെ അവരുടെ നൈബർ അതിൻ്റെ അടുത്ത് തന്നെ അവരുടെ ഓർഗനൈസേഷൻ്റെ അടുത്തുള്ള ഓർഗനൈസേഷനിലെ ആൾക്കാരെയും കൂടിയും ഇപ്പം നമ്മുടെ ഓർഗനൈസേഷനുള്ളവർക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ അവരെയും കൂടി ഡിസ്കഷന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യും. അതാണ് ഇവിടെ പറയുന്നത്.
Some small business uses the managers of neighboring business to serve as a mediator ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് സ്മോൾ ബിസിനസ് ഓർഗനൈസേഷനൊക്കെ ആണെങ്കിൽ അതിൻ്റെ അടുത്ത് നൈബറിങ് ബിസിനസ് ഓർഗനൈസേഷനും കൂടിയും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. പിന്നെ ഒരു സ്റ്റാൻഡേർഡ് ഗ്രീവിയൻസ് പ്രൊസീജിയറിൽ എന്തൊക്കെ സ്റ്റെപ്പ് വേണമെന്നാണ് ഞാൻ അടുത്തത് പറയുന്നത്. ഫസ്റ്റ്, എംപ്ലോയി ഗീവൺ റിട്ടൺ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഗ്രീവിയൻസ്. അതായത് നമ്മളൊരു ഗ്രീവിയൻസ് സ്റ്റാൻഡേർഡ് ഗ്രീവിയൻസ് ആവാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എംപ്ലോയി ആ കംപ്ലൈൻറ്റ് റിട്ടൺ ആയിട്ട് എഴുതി കൊടുക്കണം. ഹാൻഡ് റിട്ടൺ ആയിട്ട് അത് എഴുതി കൊടുക്കണം. ദ എംപ്ലോയി മസ്റ്റ് എക്സ്പ്ലെയിൻ ദ ഗ്രീവിയൻസ് ഇൻ എ റൈറ്റൻ സ്റ്റേറ്റ്മെൻറ്റ് വെയർ ദ ഗ്രീവിയൻസ് ഈസ് എഗെയിൻസ്റ്റ് ദ ലൈൻ മാനേജർ. ദ മാറ്റർ ഷുഡ് ബി റൈസ്ഡ് വിത്ത് എ മോർ സീനിയർ മാനേജർ ഇഫ് ദർ ഈസ് വൺ. അതായത് ലൈൻ മാനേജറിനെതിരാണെങ്കിൽ അത് സീനിയർ മാനേജറിന് കൊടുക്കണം. ആ രീതിയിൽ റിട്ടൺ ആയിട്ട് കംപ്ലൈൻറ്റ് കൊടുക്കുക. എംപ്ലോയി ഗീവൺ റിട്ടൺ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഗ്രീവിയൻസ്. അതാണ് ഒരു സ്റ്റാൻഡേർഡ് ഗ്രീവിയൻസ് പ്രൊസീജിയറിൻ്റെ വേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ മീറ്റിംഗ് ഈസ് ഹെൽഡ് ആൻഡ് എംപ്ലോയർ ഇൻഫോം എംപ്ലോയി ഓഫ് ദ ഔട്ട്കം. നമ്മൾ പറഞ്ഞു മീറ്റിംഗ് ഡിസ്കഷൻസ് ഒക്കെ നടത്തും. ഈ ഡിസ്കഷൻ്റെ ഔട്ട്കം എന്താണെന്ന് അറിയാനുള്ള റൈറ്റ് ആർക്കുണ്ട്? എംപ്ലോയിക്ക്. അതാണ് പറയുന്നത് മീറ്റിംഗ് ഈസ് ഹെൽഡ് the meeting with the employees and if relevant their colleges inform the employee of any decision made. ആ ഡിസ്കഷൻ്റെ എന്തൊക്കെയാണ് ഡിസിഷൻ എടുത്തതെന്ന് ഇൻഫോം ചെയ്യാനുള്ള ഡ്യൂട്ടി അവർക്കുണ്ട്. നെക്സ്റ്റ്, അപ്പീൽ ഇഫ് എനി. അപ്പീൽ ഇഫ് എനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഡിസാറ്റിസ്ഫാക്ഷൻ കണ്ടിന്യൂ ചെയ്യാണ്, അല്ലെങ്കിൽ അവർ സാറ്റിസ്ഫൈഡ് ആയില്ലെങ്കിൽ അവർക്ക് ഫർദർ മീറ്റിംഗ് വിളിക്കാനുള്ള ഒരു റൈറ്റ് ഉണ്ട്. ഇഫ് ദ എംപ്ലോയി വിഷസ് ടു അപ്പീൽ അഗെയിൻസ്റ്റ് ദ ഡിസിപ്ലിനറി ആക്ഷൻ ദാറ്റ് ഹാസ് ബീൻ ഡിസൈഡ്, മാനേജ്മെൻറ്റ് മസ്റ്റ് ഇൻവൈറ്റ് ദ എംപ്ലോയിനെ ഇൻവൈറ്റ് ചെയ്യും ടു ഫർദർ മീറ്റിംഗ്. പിന്നെയും മീറ്റിങ്ങൾ ഒരു ഡിസ്കഷൻ മാത്രമല്ല പിന്നെയും നടത്താനായിട്ട് ഇൻവൈറ്റ് ചെയ്യും. ആഫ്റ്റർ ദി മീറ്റിംഗ് മാനേജർ ഷുഡ് ഇൻഫോം ദ എംപ്ലോയി ഓഫ് ദ ഡിസിഷൻ. ആ ഫർദർ മീറ്റിംഗ് കഴിഞ്ഞും അവരുടെ ഡിസിഷൻ എന്താണെന്ന് ഇൻഫോം ചെയ്തുകൊണ്ടിരിക്കണം. നെക്സ്റ്റ് പറയുന്നത് എസെൻഷ്യൽസ് ഓഫ് എ ഗുഡ് ഗ്രീവിയൻസ് പ്രൊസീജിയർ. ഒരു ഗ്രീവിയൻസ് നല്ലൊരു ഗ്രീവിയൻസ് പ്രൊസീജിയറിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. ഫസ്റ്റ്, പ്രൊസീജിയർ ഫെയർനെസ്. പ്രൊസീജിയർ ഫെയർനെസ്സിൽ പറയുന്നത് നമ്മുടെ ഗ്രീവിയൻസ് ഹാൻഡ്ലിംഗ് പ്രൊസീജിയർ എന്ന് പറയുന്നത് ഫെയർ ആൻഡ് ഇംപാർഷ്യൽ ആയിരിക്കണം. പാർഷ്യാലിറ്റി ഒന്നും ഉണ്ടാവാണ്ട് ഫെയർ ആയിട്ട് നടത്തുന്ന ഒരു പ്രൊസീജിയർ ആയിരിക്കണം നമ്മൾ ഗ്രീവിയൻസ് ഹാൻഡ്ലിംഗ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് ഗ്രീവിയൻ്റ് ഷുഡ് ബി, അതായത് നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞു ഗ്രീവിയൻ്റ് റിട്ടൺ ആയിട്ട് അവരുടെ കംപ്ലൈൻറ്റ് എഴുതി കൊടുക്കണം. മാനേജേഴ്സിന് റിട്ടൺ ആയിട്ടുള്ളതാണ് വാലിഡിറ്റി ഉണ്ടാവുക. അതുപോലെ തന്നെ ആർക്കെതിരായിട്ടാണോ കംപ്ലൈൻറ്റ് കിട്ടിയേക്കുന്നത് അവർക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഇൻഫോം ചെയ്യണം. അതുപോലെ തന്നെ ഗ്രീവിയൻസ് ഹാൻഡിൽ ചെയ്യുന്ന ആൾ ഷുഡ് ബി ഫെയർ, ഇംപാർഷ്യൽ ആൻഡ് അൺബയാസ്ഡ് ഇൻ ദെയർ ഇൻവെസ്റ്റിഗേഷൻ. അയാൾ ഇംപാർഷ്യൽ, അതാണ് പ്രൊസീജിയർ ഓഫ് ഫെയർനെസ് എന്ന് പറയുന്നത്. നമ്മുടെ ഗ്രീവിയൻസ് ഹാൻഡ്ലിംഗ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഇംപാർഷ്യൽ ഫെയറൊക്കെ ആയിരിക്കണം. നെക്സ്റ്റ്, സബ്സ്റ്റാൻറ്റീവ് ഫെയർനെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഫെയർനെസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് അവർ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി നടത്തിയിട്ടായിരിക്കണം. ഗ്രീവിയൻസ് ഹാൻഡ്ലർ നല്ല രീതിയിൽ രണ്ട് സൈഡും നോക്കണം. കംപ്ലൈൻറ്റ് തന്ന ആൾക്കും എഗൻസ്റ്റ് ആയിട്ടുള്ള ആളുടെയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കിയിട്ട് മാത്രമേ നമുക്ക് കുറ്റം ആരോപിക്കാൻ പറ്റുള്ളൂ. നെക്സ്റ്റ്, കോൺഫിഡൻറ്റാലിറ്റി. അതായത് ഇപ്പോൾ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ കംപ്ലൈൻറ്റിൻ്റെ ഡീറ്റെയിൽസ് അത് കംപ്ലൈൻറ്റ് കൊടുത്ത ആളുടെ പെർമിഷൻ ഇല്ലാതെ വേറെ ഒരാളുടെ അടുത്തും ഡിസ്ക്ലോസ് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. അതാണ് കോൺഫിഡൻറ്റാലിറ്റി. രഹസ്യമായിട്ട് അത് സൂക്ഷിക്കാൻ കഴിയണം. ദ ഗ്രീവിയൻസ് ഷുഡ് ബി ഏബിൾ ടു റൈസ് എ കംപ്ലൈൻറ്റ് ആൻഡ് ഗെറ്റ് എവിഡൻസ് ഇൻ കോൺഫിഡൻസ്. എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഇട്ടാൽ കോൺഫിഡൻ്റ് ആയിട്ട് സൂക്ഷിക്കണം. എ കംപ്ലയിൻറ്റ് ഷുഡ് നോട്ട് ബി റെഫേർഡ് എൽസ്വെയർ. വേറെ ആരുടെ അടുത്തത് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യണമെങ്കിൽ അത് കംപ്ലയിൻറ്റ് തന്ന ആളുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ളവർക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് വരുന്നത് ടൈം ലൈൻസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഗ്രീവൻസ് കൊടുത്തു കഴിഞ്ഞാൽ അത് ടൈമിൽ തന്നെ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുക. അല്ലാണ്ട് ഒരുപാട് ഡിലേ ഒക്കെ പറ്റി അങ്ങനെയല്ല ചെയ്യേണ്ടത്. എപ്പോഴാണോ നമുക്ക് പെട്ടെന്ന് തന്നെ അതിനൊരു സൊല്യൂഷൻ കിട്ടണം.
delays at any stage of grievance procedure can result in denial of procedure fairness. നമ്മൾ എത്ര വൈകുന്തോറും അതിൻ്റെ ആ പ്രൊസീജിയറിൻ്റെ ഫെയർനെസ്സിനെ അത് ബാധിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ടൈമിൽ തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് റിസൾട്ട് കിട്ടാൻ നോക്കണം. നെക്സ്റ്റ് റെക്കോർഡ് കീപ്പിംഗ്. നമുക്കറിയാം ഈ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായി കഴിയുമ്പോൾ അതിന് കുറേയൊക്കെ ഡിസ്കഷൻസ് ഉണ്ടാവും, അതിൻ്റെ ടേക്ക് ചെയ്ത് സ്റ്റെപ്പുകൾ ഉണ്ടാവും, അവരുടെ രണ്ട് കൂട്ടരുടെയും ഒപ്പീനിയൻസ് ഉണ്ടാവും. എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ഒരു റെക്കോർഡായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അതാണ് ഈ റെക്കോർഡിങ് കീപ്പിംഗ് എന്ന് പറയുന്നത്. ആ ഗ്രീവൻസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഒരു റെക്കോർഡിൽ മെയിൻറ്റെയിൻ ചെയ്യണം. നെക്സ്റ്റ് പറയുന്നത് ട്രാൻസ്പെറൻസി. There must be sufficient scope for transparency in effective implementation of പ്ലാൻസും പോളിസീസൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ മേ ബി മെയ്ഡ് ടു ബോത്ത് ദ പാർട്ടീസ്. അതായത് കംപ്ലയിൻറ്റ് കൊടുത്ത ആൾക്കും എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആളുകളും തമ്മിൽ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേഷനൊക്കെ വേണം. അവർ തമ്മിൽ ഒരു ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം കാര്യങ്ങൾ. അതാണ് ആ ട്രാൻസ്പെറൻസിയിൽ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഓപ്പൺനെസ്, ഹോണസ്റ്റി ആൻഡ് ഫെയർ ഡീലിംഗ്. നെക്സ്റ്റ് പറയുന്നത് ഓപ്പൺനെസ്, ഓണസ്റ്റി ആൻഡ് ഫെയർ ഡീലിംഗ്. അതിൽ പറയുന്നത് ഫെയർ ആൻഡ് ആക്യുറേറ്റ് റിപ്പോർട്ടിംഗ് ഇഫ് ദ കേസ് റെഫേർഡ് ടു ഇൻറ്റേർണൽ യൂണിറ്റ്സ് ഓർ മോർ സീനിയർ മാനേജേഴ്സിന് ഹാൻഡിൽ ചെയ്യുമ്പോൾ കൂടുതൽ ഫെയർ ആൻഡ് ആക്യുറേറ്റ് റിപ്പോർട്ടിംഗ് വേണമെന്നാണ്. കാരണം ഫെയർ ആൻഡ് ആക്യുറേറ്റ് റിപ്പോർട്ടിംഗ് പർട്ടിക്കുലർലി വെയർ ഡിസിപ്ലിനറി ആക്ഷൻ ഈസ് ലൈക്ലി ടു റിസൾട്ട്. ഡിസിപ്ലിനറി ആക്ഷൻസിനെ കുറിച്ചോ അങ്ങനെ എന്തിൻ്റെ കാര്യങ്ങളായാലും ഫെയർ ആയിട്ടും ഓപ്പൺ ആയിട്ടും ആയിരിക്കണം, ഓണസ്റ്റി ആയിട്ടായിരിക്കണം നമ്മൾ ഗ്രീവിയൻസ് പ്രൊസീജിയർ ഹാൻഡിൽ ചെയ്യേണ്ടത്. നെക്സ്റ്റ് റൈറ്റ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. രണ്ട് കൂട്ടരുടെയും, അതായത് ഗ്രീവിയൻറ്റിൻ്റെ റൈറ്റ്സും അതുപോലെ ഗ്രീവിയൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മളിവിടെ പറയുന്നത്. ഫസ്റ്റ് റൈറ്റ് ഓഫ് ഗ്രീവിയൻറ്റ്. ഹാവ് ദ ഗ്രീവിയൻസ് ട്രീറ്റഡ് സീരിയസ്ലി. ഗ്രീവിയൻ്റ് എന്ന് പറഞ്ഞാൽ കംപ്ലയിൻറ്റ് കൊടുക്കുന്ന ആൾ, അയാളുടെ കംപ്ലയിൻറ്റ് എന്തായിട്ട് എടുക്കണം, സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം. അതിനുള്ള റൈറ്റ് അയാൾക്കുണ്ട്. ഹാവ് ദ മാറ്റർ ഡെൽറ്റ് വിത്ത് പ്രോംപ്റ്റ്ലി അത് ഡെൽറ്റ് ചെയ്യാനുള്ള, അത് ഹാൻഡിൽ ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. സീക്ക് അഡ്വൈസ്, അവർക്ക് അഡ്വൈസ് വാങ്ങാം, സപ്പോർട്ട് വാങ്ങാം. റെപ്രസെൻറ്റേഷൻ ഫ്രം അതർ യൂണിയൻ ഓർ അതർ സപ്പോർട്ടർ പേഴ്സൺസിൻ്റെ ഇന്ന് ഈ അഡ്വൈസൊക്കെ വാങ്ങാനുള്ള റൈറ്റ് ഉണ്ട്. റൈസ് കൺസേൺ വിത്ത് ആൻ അപ്രോപ്രിയേറ്റ് സ്റ്റാഫ് മെമ്പർ ആൻഡ് റിസീവ് അഡ്വൈസ് ഇൻ കോൺഫിഡൻസ്. നമ്മൾ രഹസ്യമായിട്ട് ബാക്കി ആരുടെയെങ്കിലും കൺസേൺസൊക്കെ റൈസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. റൈസ് കൺസേൺ വിത്ത് അപ്രോപ്രിയേറ്റ് സ്റ്റാഫ് മെമ്പർ ആൻഡ് റൈസ് അഡ്വൈസ് ഇൻ കോൺഫിഡൻസ്. ഗേവ് കൺസെൻറ്റ് ബിഫോർ ദെയർ കംപ്ലൈൻറ്റ് ഈസ് റെഫേർഡ് ടു അനദർ പേഴ്സൺ ഓർ യൂണിറ്റ്. വേറെ ആർക്കെങ്കിലും അത് കൊടുക്കണേക്കാളും മുമ്പ് നമ്മൾ കൺസെൻറ്റ് വാങ്ങണം, സമ്മതം വാങ്ങണം. ഗേവ് കൺസെൻറ്റ് ബിഫോർ ദെയർ കംപ്ലൈൻറ്റ് ഈസ് റെഫേർഡ് ടു അനദർ പേഴ്സൺ. ഇപ്പം നിലവിലുള്ള ആളുടെ നിന്ന് വേറെ ആളുടേക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ടുള്ള കൺസെൻറ്റ്, സമ്മതം വാങ്ങണം. ബി അക്കോംപ്ലിഷ്ഡ് ബൈ അനദർ പേഴ്സൺ ഓൺ എനി ഒക്കേഷൻ വെൻ ദ കംപ്ലൈൻറ്റ് ഈസ് ബീയിങ് ഡിസ്കസ്ഡ്. അക്കോംപ്ലിഷ്ഡ് ബൈ അനദർ പേഴ്സൺ ഓൺ എനി ഒക്കേഷൻ വെൻ ദ കംപ്ലയിൻറ്റ് ഈസ് ബീയിങ് ഡിസ്കസ്ഡ്. വേറെ ഇപ്പോൾ ഫ്രണ്ട്സായിട്ട്, കോളേജസായിട്ട് അല്ലെങ്കിൽ യൂണിയൻ റെപ്രസെൻറ്റേറ്റീവായിട്ട് ഡിസ്കഷൻസ് ആക്കാം. വിത്രോ ദെയർ കംപ്ലയിൻറ്റ് ആൻഡ് നോട്ട് പ്രൊസീഡ്. അവരുടെ കംപ്ലയിൻറ്റ് പിൻവലിക്കാനും അത് മുന്നോട്ട് പോവാതിരിക്കാനും ചെയ്യാൻ, കംപ്ലയിൻറ്റ് പിൻവലിക്കാനുള്ള റൈറ്റും ആർക്കുണ്ട്, ഗ്രീവിയൻറ്റിന്. ഇനി റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി ഡിസ്ക്ലോസ് ദെയർ ഐഡൻറ്റിറ്റി ഇഫ് ദേ വിഷ് ആക്ഷൻ ടു ബി ടേക്കൻ. എന്തെങ്കിലും ആക്ഷൻസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഐഡൻറ്റിറ്റി ഡിസ്ക്ലോസ് ചെയ്യണം. പുട്ട് ദെയർ ഗ്രീവിയൻസ് ഇൻ റൈറ്റിംഗ്. അവരുടെ ഗ്രീവിയൻസ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, റിട്ടേൺ ആയിട്ട് നമ്മൾ ഗ്രീവിയൻസ് എഴുതി കൊടുക്കണം. പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ ഗ്രീവിയൻസ് റിസൊല്യൂഷൻ പ്രോസസ് ഇൻ ഗുഡ് ഫെയ്ത്ത്. നല്ല വിശ്വാസത്തിൽ, ഗുഡ് ഫെയ്ത്തിൽ നമ്മൾ ആ ഗ്രീവിയൻസ് റിഡ്രഷൽ പ്രൊസീജിയറിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അസിസ്റ്റ് ദ ഗ്രീവിയൻസ് ഹാൻഡ്ലർ ഇൻ റീച്ചിങ് എ സാറ്റിസ്ഫാക്ടറി സൊല്യൂഷൻ വെൻ എവർ പോസിബിൾ. ആ ഗ്രീവിയൻസ് ഹാൻഡ്ലറിന് പ്രോപ്പറായിട്ട് സൊല്യൂഷൻ എടുക്കാനുള്ള വേണ്ട ഹെൽപ്പുകൾ കൊടുക്കണം. ഡിസ്കസ് ദ ഗ്രീവിയൻസ് ഓൺലി വിത്ത് ദോസ് ഡയറക്റ്റ്ലി ഇൻവോൾവ് ഇൻ റിസോൾവ് ഇറ്റ്. നമ്മൾ ഡയറക്റ്റായിട്ട് ആർക്കാണോ അത് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്നത് അവരായിട്ട് മാത്രമേ ഡിസ്കസ് ചെയ്യാൻ പാടുള്ളൂ. ബാക്കിയുള്ളവരുടെ അടുത്ത് പ്രോബ്ലത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. അവോയ്ഡ് കംപ്ലൈൻറ്റിങ് അബൌട്ട് ദ സെയിം മാറ്റർ ടു സെവറൽ ഡിഫറെൻറ്റ്
ഡിഫറെൻറ്റ് പേഴ്സൺസ് അറ്റ് ദ സെയിം ടൈം. ഒരാളുടെ അടുത്ത് ഒരു കംപ്ലയിൻറ്റ് തന്നെ കുറേ പേരുടെ അടുത്ത് നമ്മൾ കൊണ്ടു കൊടുക്കേണ്ട ആവശ്യമില്ല. അത് നമ്മൾ നോക്കിയിട്ട് അതനുസരിച്ചാണ് ചെയ്യേണ്ടത്. കുറേ പേർക്ക് കൊടുത്ത് ഒരേ സമയം തന്നെ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെയാണ് അവരുടെ റെസ്പോൺസിബിലിറ്റി. അപ്പം നമ്മൾ റൈറ്റ് ഓഫ് ദി ഗ്രീവൻ്റ് നോക്കി, റെസ്പോൺസിബിലിറ്റി നോക്കി. ക്ലിയർ ആയില്ലേ? ഓക്കെ, താങ്ക് യു.